നമസ്കാരം, വീക്ക്ലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. 1000 പോയിന്റ് മുന്നേറ്റം വെറും 23 സെഷനുകൾ കൊണ്ട് 23,000-ൽ നിന്നും 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ അനായാസം മറികടന്ന് നിഫ്റ്റിയും 79,000 മാർക്ക് മറികടന്ന് സെൻസെക്സും ശക്തി തെളിയിച്ച വാരമാണ് കടന്നുപോയത്. ജൂൺ മാസത്തിൽ നിഫ്റ്റി 50 7% ഉയർന്നപ്പോൾ 2023 ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിമാസ നേട്ടമാണ് പ്രകടമാക്കിയത്. ജൂണിൽ മാത്രം നിഫ്റ്റി 12 തവണ പുതിയ റെക്കോർഡ് ഉയരങ്ങൾ തിരുത്തിക്കുറിച്ചു. ഒപ്പം ഈ കലണ്ടർ വർഷം നിഫ്റ്റി റെക്കോർഡ് ഉയരത്തിലെത്തുന്നത് ഇത് 25ാം തവണയാണ്. വരാനിരിക്കുന്ന ബജറ്റും വിദേശ നിക്ഷേപകരുടെ തിരിച്ചുവരവുമെല്ലാം റെക്കോർഡ് റാലിക്ക് കരുത്ത് പകരുകയാണ്. ബുൾസിന്റെ തേരോട്ടം നടന്ന വാരത്തിലെ അവസാന ദിനം രേഖപ്പെടുത്തിയ 24,174 ആയിരുന്നു നിഫ്റ്റി തൊട്ട സർവകാല ഉയരം. തൊട്ടു പിന്നാലെ പ്രോഫിറ്റ് ബുക്കിംഗിനും സാക്ഷ്യം വഹിച്ചു. കുതിപ്പുകൾ തുടർക്കഥയാക്കിയ വാരത്തിൽ 2.17% നിഫ്റ്റി 50യുടെ സംഭാവന. 1.32% നേട്ടം നൽകിക്കൊണ്ട് ബാങ്ക് നിഫ്റ്റിയും മുന്നിട്ട് നിന്നു. സെക്ടറൽ സൂചികകളിൽ തിളങ്ങിയത് എനർജി സൂചികയാണ്. നേട്ടം 3.29%. തൊട്ടു പിന്നാലെ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക 3.06% നേട്ടം രേഖപ്പെടുത്തി. ഹെവി വെയ്റ്റഡ് ആയ IT സൂചിക 2.72% മുന്നേറ്റം കുറിച്ചു. സർവകാല ഉയരങ്ങൾ മറികടന്ന വാരത്തിൽ റിയൽറ്റി സൂചികയായിരുന്നു പ്രതിവാരത്തിൽ 2.4% ഇടിഞ്ഞത്. GDP-യിലെ നേരിയ വളർച്ചയും പ്രതിവാര ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയിലെ അനുകൂലമായ മാറ്റങ്ങളുമൊക്കെയായി സമ്മിശ്രമായ ഡാറ്റകളായിരുന്നു അമേരിക്കൻ വിപണികളെ സ്വാധീനിച്ചത്. ജൂണിലെ കോർ PCE പ്രൈസ് ഇൻഡെക്സ് പ്രതീക്ഷകൾക്കനുസൃതമായി 2.06% രേഖപ്പെടുത്തിയത്. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ ഡൗ ജോൺസ് S&P 500 സൂചികകൾ ഫ്ലാറ്റായ പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോൾ നാസ്ഡാക്ക് 0.17% നേരിയ മുന്നേറ്റവും പ്രകടമാക്കി. 3 ട്രേഡിംഗ് ദിനങ്ങൾ മാത്രമുള്ള വാരത്തിലേക്കാണ് അമേരിക്കൻ വിപണികൾ കടക്കുന്നത്. സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി ജൂലൈ 3-ന് അമേരിക്കൻ സമയം 1 മണി വരെ മാത്രമേ വിപണി പ്രവർത്തിക്കുകയുള്ളൂ. ജൂലൈ 1-ന് വരുന്ന PMI കണക്കുകളോടെയാണ് അമേരിക്കൻ വിപണികൾ ആരംഭിക്കുന്നത്. ജൂണിലെ ISM നിർമ്മാണ PMI ഡാറ്റയാണ് വരുന്നത്. 51.7 PMI പ്രതീക്ഷിക്കുന്നത്. മെയ്യിൽ 51.3 ആയിരുന്നു ഇത്. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച ഈ ഡാറ്റയിലൂടെ വിലയിരുത്താം. ജൂലൈ 2-ന് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസ്താവന വിപണി ശ്രദ്ധ ആകർഷിക്കും. മെയ്യിലെ ജോബ്സ് എംപ്ലോയ്മെന്റ് ഡാറ്റയും അന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുക. തൊഴിൽ വിപണിയുടെ ഗതി ഈ ഡാറ്റയിലൂടെ നിക്ഷേപകർക്ക് ലഭിക്കും. ജൂലൈ 3-ന് ADP നോൺ ഫാം എംപ്ലോയ്മെന്റ് ഡാറ്റയും ഒപ്പം പ്രതിവാര ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും പ്രസിദ്ധീകരിക്കും. ഈ ഡാറ്റകൾ കൂടി എത്തുന്നതോടെ തൊഴിൽ വിപണിയുടെ സമീപ ഭാവി നിക്ഷേപകർക്ക് വിലയിരുത്താം. ജൂണിലെ സർവീസ്, S&P ഗ്ലോബൽ കോമ്പസൈറ്റ്, ISM നിർമ്മാണ ഇതര PMI ഡാറ്റകൾ റിപ്പോർട്ട് ചെയ്യും. ഇതോടെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ ചിത്രം നിക്ഷേപകർക്ക് മനസ്സിലാക്കാം. അതേ ദിവസം തന്നെ വരുന്ന FOMC മീറ്റിംഗ് മിനിറ്റ്സ് ഫെഡിന്റെ ഭാവി നടപടികളുടെ സൂചനകളും നൽകും. ജൂലൈ 6-ന് ജൂണിലെ തൊഴിലില്ലായ്മ ഡാറ്റ കൂടി വരുമ്പോൾ ഡാറ്റയിൽ ക്രമാനുഗതമായ കുറവാണ് വരുന്നതെങ്കിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുകൂലമായ സാഹചര്യമാണെന്ന് വിലയിരുത്താം. അതേ ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു പ്രധാന ഡാറ്റയാണ് നോൺ ഫാം പേറോൾ. ഫെഡറൽ റിസർവിന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന ഡാറ്റയാണിത്. അതുകൊണ്ട് തന്നെ ഈ ഡാറ്റയും വിപണി ശ്രദ്ധ ആകർഷിക്കും. ബ്രിട്ടന്റെ GDP-യിലെ വളർച്ചയും അനുമാനങ്ങൾക്കനുസൃതമായ ഫ്രാൻസിന്റെ CPI ഡാറ്റയും ഒക്കെയായിരുന്നു പോയ വാരത്തിലെ യൂറോ മേഖലയിലെ പ്രധാന ഡാറ്റ. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ FTSE 100 0.89%, CAC 40 1.96% ഇടിഞ്ഞപ്പോൾ DAX 0.4% നേട്ടമാണ് രേഖപ്പെടുത്തിയത്. ബ്രിട്ടന്റെ പൊതു തെരഞ്ഞെടുപ്പാണ് അടുത്തയാഴ്ച യൂറോപ്യൻ വിപണികളെ കാത്തിരിക്കുന്ന പ്രധാന ഇവന്റ്. തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട അനിശ്ചിതാവസ്ഥ വിപണികളിലും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. ജൂലൈ 4-നാണ് തെരഞ്ഞെടുപ്പ്. ഡാറ്റകളിലേക്ക് നോക്കുമ്പോൾ ജൂലൈ 1-ന് വരുന്ന ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ, യൂറോസോൺ എന്നിവിടങ്ങളിലെ ജൂണിലെ നിർമ്മാണ PMI ആണ് യൂറോപ്യൻ നിക്ഷേപകരുടെ ശ്രദ്ധയാകർഷിക്കുന്ന മറ്റൊരു പ്രധാന ഡാറ്റ. അന്നേ ദിവസം തന്നെ ജർമ്മനിയുടെ പണപ്പെരുപ്പ കണക്കുകളും വരും. നിലവിലെ പണപ്പെരുപ്പം 2.4%. ടാർഗറ്റായ 2% എത്തുന്നോ എന്നതായിരിക്കും വിപണി വിലയിരുത്തുക.
ജൂലൈ 2-ന് യൂറോ സോണിന്റെ ജൂണിലെ പണപ്പെരുപ്പ കണക്കുകൾ റിപ്പോർട്ട് ചെയ്യും. ഈ ഡാറ്റ കൂടി വരുന്നതോടെ യൂറോ മേഖലയിലെ പണപ്പെരുപ്പത്തിന്റെ ഗതി നിക്ഷേപകർക്ക് മനസ്സിലാക്കാം. ജൂലൈ 3-ന് വരുന്ന ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ എന്നിവയുടെ സർവീസ് PMI ഡാറ്റയോടെ ഈ മേഖലയുടെ സർവീസ് നിർമ്മാണ മേഖലകളുടെ ചിത്രം വ്യക്തമാകും. ഒപ്പം ഈ ആഴ്ചയിൽ ECB പ്രസിഡന്റ് ക്രിസ്റ്റീൻ ലഗാർഡയുടെ വിവിധ ഇടങ്ങളിലുള്ള പ്രസ്താവനകളും വിപണി ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. ഏഷ്യൻ മേഖലയിൽ പണപ്പെരുപ്പ കണക്കുകൾ അപ്രതീക്ഷിത വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ സമ്മിശ്ര പ്രകടനമാണ് ഏഷ്യൻ സൂചികകളിൽ കാണാൻ സാധിച്ചത്. ജൂൺ 30-ന് വരുന്ന ചൈനയുടെ ജൂണിലെ സെയ്ഷ്യൻ നിർമ്മാണ PMI ഡാറ്റയോടെയാണ് അടുത്ത വാരത്തിൽ വിപണികളിൽ വ്യാപാരം ആരംഭിക്കുക. ജൂലൈ 2-ന് ജൂണിലെ ജപ്പാന്റെ സർവീസ് PMIയും ചൈനയുടെ സെയ്ഷ്യൻ സർവീസ് PMIയും വരും. ഇതോടെ ഏഷ്യയിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകളുടെ ഗതി വ്യക്തമാകും. കമോഡിറ്റി മാർക്കറ്റിലേക്ക് വരുമ്പോൾ തുടർച്ചയായ 3-ാം വാരവും നേട്ടമാണ് ക്രൂഡ് വിലയിൽ കാണുന്നത്. വെള്ളിയാഴ്ച WTI ക്രൂഡ് 8 ആഴ്ചയിലെ ഉയർന്ന നിലയിലെത്തി. എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ ഡിസംബറിന് ശേഷം ക്രൂഡ് ഓയിൽ ഡിമാൻഡിൽ വർധന ഉണ്ടായെങ്കിലും ആനുപാതികമായി യുഎസിലെ ഉൽപാദന വർധനവ് ക്രൂഡ് വിലയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. പ്രതിവാരാടിസ്ഥാനത്തിൽ WTI ക്രൂഡ് 1% നേട്ടമുണ്ടാക്കിയപ്പോൾ ബ്രെന്റ് ക്രൂഡ് 0.5% ഉയർന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. ടെക്നിക്കൽസിലേക്ക് വരുമ്പോൾ WTI ക്രൂഡിന്റെ മികച്ച സപ്പോർട്ട് $80, തുടർന്ന് 200-ഡേ EMA ആയ $79. അപ്സൈഡിലേക്ക് വരുമ്പോൾ $81 നിലനിർത്താൻ സാധിച്ചാൽ $83.5, തുടർന്ന് $85.5 റെസിസ്റ്റൻസ് ആയും ആക്ട് ചെയ്യാം. ബ്രെന്റ് ക്രൂഡ് ടെക്നിക്കൽസിലേക്ക് വരുമ്പോൾ മികച്ച സപ്പോർട്ട് $84, തുടർന്ന് 200 SMA ആയ $83 പ്രതീക്ഷിക്കാം. ബ്രെന്റ് ക്രൂഡിൽ കാണുന്ന ബുള്ളിഷ് മൊമെന്റം തുടരണമെങ്കിൽ 50 EMAയുടെ $81.5 സപ്പോർട്ട് നിലനിർത്തണം. റെസിസ്റ്റൻസ് ലെവലുകൾ പരിശോധിക്കുമ്പോൾ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 85 മുതൽ $86 റേഞ്ചിൽ പരിഗണിക്കാം. അനുകൂലമായ US ഇക്കണോമിക് ഡാറ്റകൾ ആഗോള വിപണിയിൽ സ്വർണ്ണവിലയെ ട്രോയ് ഔൺസിന് $2,300 നിലനിർത്താൻ സഹായിച്ചു. കരുത്താർജിക്കുന്ന US ഡോളറിനെ നേരിടാൻ ബ്രിക്സ് രാജ്യങ്ങൾ ഡോളറിന് പകരം സ്വർണത്തെ ആശ്രയിക്കുന്നത് സ്വർണ്ണവിലയ്ക്ക് താങ്ങായി. US ഡോളറിലുള്ള ആശ്രയം കുറയ്ക്കാനായി മറ്റ് രാജ്യങ്ങൾ കൂടി സ്വർണം വാങ്ങിക്കൂട്ടിയാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തുടരുകയും $2,400 മറികടക്കാൻ സ്വർണത്തിന് സാധിക്കുമെന്നും വിദഗ്ധർ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ചെയ്തെങ്കിലും അത് ഒരു ബെയറിഷ് കൺഫർമേഷൻ നൽകാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണെന്നും അവർ പറഞ്ഞു വയ്ക്കുന്നു. അപ്പർ ട്രെൻഡ് ലൈനിൽ ലഭിച്ച ബ്രേക്ക്ഔട്ട് നിലനിർത്താൻ സാധിച്ചാൽ ജൂൺ 21-ന് ക്രിയേറ്റ് ചെയ്ത 2369 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്യും. അവിടെ നിന്ന് ബ്രേക്ക്ഔട്ട് ലഭിച്ചാൽ 2388 അടുത്ത റെസിസ്റ്റൻസ് മേഖലയായി ആക്ട് ചെയ്യും. മറിച്ച് ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ നെക്ക് ലൈൻ ആയ $2279 താഴേക്ക് നീങ്ങിയാൽ ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഈ സാഹചര്യത്തിൽ $2171, $2105 റേഞ്ചിൽ സപ്പോർട്ട് പരിഗണിക്കാം. തുടർച്ചയായ 4-ാം വാരത്തിലും US ഡോളർ കരുത്താർജിച്ചെങ്കിലും ഇന്ത്യൻ രൂപ വീക്ക്ലി ബേസിസിൽ മൂല്യവർദ്ധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ബോണ്ടുകൾ JP മോർഗൻ എമർജിംഗ് മാർക്കറ്റ് സൂചികയിൽ ഇടം നേടിയതിനെ തുടർന്നുണ്ടായ വിദേശ നിക്ഷേപമാണ് ഇതിന് പ്രധാന കാരണം. ഇന്ത്യൻ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 50 EMA ആയ $83.4 പ്രതീക്ഷിക്കാം. തുടർന്ന് ഓൾ ടൈം ലോ ആയ $83.72 പ്രതീക്ഷിക്കാം. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് $83.31 ജൂൺ 24-ലെ ലോ ലെവലായ $83 പ്രതീക്ഷിക്കാം. ഇന്ത്യൻ മാക്രോ തലത്തിൽ FII DII കണക്കുകൾ നോക്കിയാൽ അറ്റവാങ്ങലുകാരായി തുടർന്നിട്ടുണ്ട്. FII 4622.19 കോടി രൂപയുടെ നിക്ഷേപമാണ് നടത്തിയത്. DII 7186.13 കോടി രൂപയുടെ ഓഹരികളും വാങ്ങി. ഇതോടൊപ്പം സമ്പദ് വ്യവസ്ഥ ശക്തി ആർജിക്കുന്നു എന്ന് സൂചന നൽകുന്ന കണക്കുകൾ തന്നെയാണ് പോയ വാരത്തിൽ വന്നത്. തിങ്കളാഴ്ച വന്ന കറന്റ് അക്കൗണ്ട് കണക്കുകളായിരുന്നു ഇതിൽ പ്രധാനം. മാർച്ച് പാദത്തിൽ $5.7 ബില്യൺ സർപ്ലസ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ 3-ാം പാദത്തിൽ $8.7 ബില്യൺ ഡെഫിസിറ്റ് രേഖപ്പെടുത്തിയതിൽ നിന്നുമാണ് ഇപ്പോൾ സർപ്ലസിലേക്ക് ഉയർന്നിരിക്കുന്നത്. തുടർച്ചയായ 10 പാദങ്ങൾക്കിപ്പുറം ആദ്യമായാണ് സർപ്ലസിലേക്ക് കറന്റ് അക്കൗണ്ട് കണക്കുകൾ എത്തിയിരിക്കുന്നത്. തുടർന്ന് വെള്ളിയാഴ്ച ഫിസ്ക്കൽ ഡെഫിസിറ്റ് കണക്കുകളും വന്നിരുന്നു.
രാജ്യത്തിന്റെ ധനക്കമ്മി ആദ്യ 2 മാസത്തിനുള്ളിൽ തന്നെ ഫുൾ ഇയർ എസ്റ്റിമേറ്റ് ആയ 3% കുറഞ്ഞു. കഴിഞ്ഞ സമാന കാലയളവിൽ 11.8% രേഖപ്പെടുത്തിയെടുത്തു നിന്നുമാണ് നിലവിലെ കണക്കുകളിലേക്ക് ചുരുങ്ങിയത്. RBIയുടെ ഭാഗത്തു നിന്നുണ്ടായ റെക്കോർഡ് ഡിവിഡന്റ് വിതരണം വലിയ പങ്ക് വഹിച്ചു. ഇതോടൊപ്പം റവന്യൂ റെസിപ്റ്റിലും ടാക്സിൽ നിന്നുള്ള വരുമാന വളർച്ചയിലും മുന്നേറ്റമുണ്ടായി. ടാക്സ് ഇതര വരുമാന വളർച്ചയിൽ 87% ഗണ്യമായ വളർച്ചയും ഉണ്ടായിട്ടുണ്ട്. മെയ് മാസത്തിൽ 506.15 ബില്യൺ രൂപയുടെ ഡെഫിസിറ്റ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് കണക്കുകളിലേക്ക് വന്നാൽ നേരിയ കുറവുണ്ടായതായും കാണാം. മെയ് മാസത്തിൽ ഔട്ട്പുട്ട് 6.7% നിന്ന് 6.3% കുറഞ്ഞിരുന്നു. സിമന്റ്, ക്രൂഡ് എന്നിവയുടെ ഔട്ട്പുട്ടിൽ ഇടിവുണ്ടായത് കണക്കുകളിൽ പ്രതിഫലിച്ചു. ഫെർട്ടിലൈസർ സെഗ്മെന്റിലും ഈ കുറവ് ഉണ്ടായി. എങ്കിലും പ്രധാന 8 ഇൻഡസ്ട്രികളിൽ, പ്രത്യേകിച്ച് കോൾ, ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനിൽ അടക്കമുള്ള 5 മേഖലയിലും വളർച്ച തുടർന്നിട്ടുണ്ട്. ബാങ്കിംഗ് സെക്ടറിൽ ബാങ്കുകൾ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനുള്ള ഫണ്ട് റൈസിംഗ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. ഇത്തവണ പ്രതിവാര അടിസ്ഥാനത്തിൽ ബാങ്കുകളുടെ വായ്പാ വളർച്ചയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. വായ്പാ വളർച്ച 19.8% നിന്ന് 19.2%. ഡെപ്പോസിറ്റ് ഗ്രോത്തും 12.7% നിന്ന് 12.6%. വരുന്ന വാരത്തിൽ ഇന്ത്യൻ മാക്രോ തലത്തിൽ വിപണിയെ പിടിച്ചുലയ്ക്കുന്ന ഡാറ്റകൾ പൊതുവെ കുറവാണ്. 1-ാം തീയതി വരുന്ന ജൂൺ മാസത്തിലെ HSBC മാനുഫാക്ചറിംഗ് PMI കണക്കുകളും ജൂലൈ 3-ന് പുറത്തുവരുന്ന HSBC ഇന്ത്യ സർവീസസ് PMI കണക്കുകളുമാണ് കൂട്ടത്തിൽ വരാനുള്ളത്. രാജ്യത്തിന്റെ നിർമ്മാണ മേഖലയിലെ വളർച്ചയുടെ ഗതി മനസ്സിലാക്കി തരുന്ന കണക്കുകളാണിവ. ജൂൺ 21-ന് വന്ന കണക്കുകൾ പ്രകാരം PMI 58.5 ഉയർന്നിരുന്നു. HSBC ഇന്ത്യ സർവീസസ് PMI 60.4 രേഖപ്പെടുത്തിയത്. തുടർന്ന് പതിവ് പോലെ ജൂലൈ 6 വെള്ളിയാഴ്ച വിദേശ നാണ്യ കരുതൽ ശേഖര കണക്കുകളും അറിയാം. മെയ് 21-ന് അവസാനിച്ച ആഴ്ചയിൽ വിദേശ നാണ്യ കരുതൽ ശേഖരം $816 മില്യൺ ഉയർന്ന് $653.7 ബില്യൺ കോർപ്പറേറ്റ് തലത്തിൽ തിങ്കളാഴ്ച പുറത്തുവരുന്ന പ്രതിമാസ ഓട്ടോ സെയിൽസ് കണക്കുകൾ ഓട്ടോ ഓഹരികളിൽ ചലനമുണ്ടാക്കും. ജൂണിൽ താരതമ്യേന കുറഞ്ഞ വിൽപ്പന കണക്കുകളായിരിക്കും കമ്പനികൾ റിലീസ് ചെയ്യുക എന്നാണ് അനുമാനം. 2 വീലർ സെഗ്മെന്റിൽ വാർഷികാടിസ്ഥാനത്തിൽ ശരാശരി 5% കുറവ് വിൽപ്പനയിൽ ഉണ്ടായേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാസഞ്ചർ, കൊമേഴ്ഷ്യൽ വിഭാഗത്തിൽ ശരാശരി 2% ഇടിവും ഉണ്ടായേക്കാമെന്നും അനുമാനിക്കപ്പെടുന്നു. ഓട്ടോ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന അനുകൂല സാഹചര്യങ്ങൾ ജൂണിൽ പൊതുവെ കുറവായിരുന്നു എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇനി IPOയിലേക്ക് വന്നാൽ പ്രൈമറി മാർക്കറ്റിൽ 2 കമ്പനികളാണ് സബ്സ്ക്രിപ്ഷനായി എത്തുന്നത്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ എംക്യൂർ ഫാർമയും സ്റ്റീൽ വയർ മാനുഫാക്ചറിംഗ് കമ്പനിയായ ബൻസാൽ വയറുമാണ് ഈ കമ്പനികൾ. ഇരു കമ്പനികളുടെയും IPO ജൂലൈ 3 തിങ്കളാഴ്ച ആരംഭിച്ച് ജൂലൈ 5-ന് അവസാനിക്കും. 1952 കോടി രൂപ സമാഹരിക്കാനെത്തുന്ന എംക്യൂർ ഫാർമയെ സംബന്ധിച്ച് ഓഹരി 1-ന് 960 രൂപ മുതൽ 1008 രൂപ നിരക്കിലാണ് പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത്. 800 കോടി രൂപ ഫ്രഷ് ഇഷ്യൂ വഴിയും 1152 കോടി രൂപ ഓഫർ ഫോർ സെയിൽ വഴിയുമായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. പൂർണ്ണമായും പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ബൻസാൽ വയർ IPOയ്ക്ക് ഒരുങ്ങുന്നത്. ഓഹരി 1-ന് 243 രൂപ മുതൽ 256 രൂപ നിരക്കിൽ ഇഷ്യൂ ചെയ്തുകൊണ്ട് 745 കോടി രൂപയാണ് കമ്പനി സ്വരൂപിക്കുക. തുടർന്ന് ജൂലൈ 10-നാണ് വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെടുക. ഇതോടൊപ്പം ജൂൺ 27-ന് സബ്സ്ക്രിപ്ഷൻ അവസാനിച്ച അലൈഡ് ബ്ലെൻഡർ ആൻഡ് ഡിസ്റ്റിലേഴ്സ് ലിമിറ്റഡ് ജൂലൈ 2-നും ജൂൺ 28-ന് IPO അവസാനിച്ച വിരാജ് അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ് ജൂലൈ 3-നും വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ടെക്നിക്കൽ സൈഡിലേക്ക് വന്നാൽ 4 ദിവസത്തെ ബുൾ റണ്ണിന് ശേഷമാണ് സൂചികയിൽ ഒരു നേരിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായത്. വീക്ക്ലി ചാർട്ട് നോക്കുമ്പോൾ ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേണിന് സമാനമായ ഒരു ലോങ് ബുള്ളിഷ് കാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. കൂടാതെ ക്ലോസിംഗ് ബേസിസിൽ നിഫ്റ്റിക്ക് 24,000 എന്ന ലെവലും നിലനിർത്താൻ സാധിച്ചു. അതോടൊപ്പം RSIയിലും MACDയിലും ഒരു പോസിറ്റീവ് ബയസ് ആണ് ഉള്ളത്. അതിനാൽ ഓവറോൾ ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിലും ഷോർട്ട് ടേമിൽ ഒരു കൺസോളിഡേഷൻ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതേസമയം ഡെയിലി ചാർട്ടിൽ അപ്പർ ഷാഡോയുള്ള ഒരു ബെയറിഷ് കാൻഡിൽ ഫോർമേഷൻ സെല്ലിംഗ് പ്രഷറിനെ സൂചിപ്പിക്കുന്നുവെന്നും
ഈ ഹൈ ലെവലിൽ ഒരു ചെറിയ നെഗറ്റീവ് സെറ്റപ്പ് ആണെന്നുമാണ് HDFC സെക്യൂരിറ്റീസ് അനലിസ്റ്റ് നാഗരാജ് ഷെട്ടി പറയുന്നത്. അതുകൊണ്ട് 23,800 ഇമ്മീഡിയറ്റ് സപ്പോർട്ടും 24,200 എന്ന റെസിസ്റ്റൻസിന് മുകളിലുള്ള ഏത് മൂവ്മെന്റും ഒരു ബുള്ളിഷ് സെറ്റപ്പ് ബിൽഡ് ചെയ്തേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. SBI സെക്യൂരിറ്റീസ് അനലിസ്റ്റുമാർ പറയുന്നത് 23,750, 23,700 എന്ന റേഞ്ച് സപ്പോർട്ടും മറിച്ച് 23,700 നിഫ്റ്റി നിലനിർത്തിയാൽ 24,300, 24,700 എന്നീ റെസിസ്റ്റൻസ് ലെവലുകൾ നിഫ്റ്റി ടെസ്റ്റ് ചെയ്തേക്കാമെന്നുമാണ്. കൂടാതെ 23,700 നിലനിർത്താൻ സാധിച്ചില്ല എങ്കിൽ സൂചികയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗിനുള്ള സാധ്യതയുമുണ്ട്. ഇത് ഒരുപക്ഷെ നിഫ്റ്റിയെ 23,450, 23,400 എന്ന റേഞ്ചിലേക്ക് എത്തിച്ചേക്കാം. LKP സെക്യൂരിറ്റീസ് ടെക്നിക്കൽ അനലിസ്റ്റ് രൂപക് ഡേ പറയുന്നത് സൂചികയ്ക്ക് ക്രിട്ടിക്കലായ മൂവിംഗ് ആവറേജുകളുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചെങ്കിലും ഒരു കണ്ടിന്യൂസ് ബുൾ റൺ ഉണ്ടായ സ്ഥിതിക്ക് നിഫ്റ്റിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ സാധ്യത വളരെ കൂടുതലാണെന്നാണ്. ഈ സാഹചര്യത്തിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി 23,800, 23,700 എന്ന റേഞ്ചും അപ്സൈഡിൽ 24,200 റെസിസ്റ്റൻസ് ആയും പരിഗണിക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ പ്രതിദിന ചാർട്ടിൽ വലിയൊരു ബെയറിഷ് കാൻഡിൽ ഫോം ചെയ്തെങ്കിലും വീക്ക്ലി ബേസിസിൽ ഹയർ ഹൈ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് ഫോം ചെയ്തിട്ടുണ്ട്. എങ്കിലും വീക്ക്ലി കാൻഡിലിലെ വലിയ അപ്പർ ഷാഡോ സൂചിപ്പിക്കുന്നത് ഉയർന്ന നിലയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടു എന്നാണ്. LKP സെക്യൂരിറ്റീസിലെ കുനാൽ ഷാ പറയുന്നത് 52,000 പുട്ട് റേറ്റിംഗ് കൂടുതൽ ഉള്ളതിനാൽ ഈ ലെവൽ സൂചികയ്ക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആയേക്കാമെന്നാണ്. കൂടാതെ 52,700, 53,000 എന്ന റേഞ്ച് റെസിസ്റ്റൻസ് ആയും മാറിയേക്കാം. അടുത്ത വാരത്തിൽ ഓട്ടോ സെയിൽസ് ഡാറ്റയും വിദേശ നിക്ഷേപകരുടെ ശക്തമായ തിരിച്ചുവരവും ബുൾസിന് കൂടുതൽ കരുത്ത് പകരുമോ അതോ ജൂലൈ ആദ്യ വാരത്തിൽ വിപണി ഒരു പ്രോഫിറ്റ് ബുക്കിംഗിന് സാക്ഷ്യം വഹിക്കുമോ എന്നതായിരിക്കും നിക്ഷേപകർ ഉറ്റുനോക്കുക. വിപണിയുടെ കൂടുതൽ വാർത്തകളും പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സുമായി തിങ്കളാഴ്ച രാവിലെ 8:30 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.